കാശിമേള ടാസ്കിൽ 5000 രൂപ അനുമോൾക്ക് സമ്മാനമായി കിട്ടിയപ്പോൾ അനുമോളോട് കൺഗ്രാജുലേഷൻ പറയാനായിട്ട് ആദില ചെന്നു. അനുമോൾ പറഞ്ഞു എനിക്ക് കൺഗ്രാജുലേഷൻ്റെ ആവശ്യമില്ലെന്ന്. അപ്പോൾ ആദില അനുമോളുടെ പുറകെ ചെല്ലുകയാണ്. അനുമോൾക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ആദില വീണ്ടും പുറകെ ചെന്നിട്ട് കൈ കൊടുക്കാനായിട്ട് ചെല്ലുന്ന അനുമോൾ പറയുന്നത് കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു എൻ്റെ ദേഹത്ത് തൊടലൊന്നും. ദേഷ്യം വരുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ നിൻ്റെയൊക്കെ വായിന്ന് വീണ എന്തൊക്കെയാണെന്ന്. എനിക്ക് വേണ്ട, എനിക്കിങ്ങനെ ആരും എനിക്ക് ഒരു കൂട്ടും വേണ്ട, എനിക്ക് ആരെയും എൻ്റെ ദേഹത്ത് ആരും തൊടുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി മാറ്റുന്ന അനുമോൾ. എൻ്റെ ദേഹത്ത് ഉടലെന്നും പറഞ്ഞ് അനുമോൾ തട്ടി മാറ്റുന്നു. വീണ്ടും വീണ്ടും പറയും തോറും ആദില വീണ്ടും വീണ്ടും അനുമോളുടെ ദേഹത്ത് കൈ തരുന്നപ്പോൾ അല്ലെങ്കിൽ കൈ തരാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് സൗകര്യമില്ല, എനിക്ക് കൈ വേണ്ട, എനിക്ക് നിന്നോടൊന്നും ഒരു കൂട്ടും വേണ്ട എന്ന് പറയുന്നു. അന്നേരം ആദില അനുമോളുടെ കാല് പിടിക്കാനായിട്ട് ചെല്ലുന്ന അനുമോൾ തട്ടി മാറ്റുന്നു. എൻ്റെ കാലൊന്നും ആരും പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അനുമോൾ നടന്നു പോകുമ്പോൾ പറയുന്നത് നീ എങ്ങോട്ടായി ഓടുന്നത്, ഓടി എങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത്. അന്നേരം അനുമോൾ പറഞ്ഞു എനിക്ക് നിന്നോടൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, എന്നോട് സംസാരിക്കാനും വരണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് അനുമോൾ നേരെ ബാത്റൂമിലോട്ട് നടക്കുകയാണ്. ഇതിനായിരുന്നു നീയൊക്കെ എൻ്റെ പുറകെ നടന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തിനായിരുന്നു പുറകെ നടന്നതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പുറകെ വരുന്നത് ബാത്റൂമിലോട്ട് വരുന്നത്. ഉടനെ അനുമോൾ ബാത്റൂമിൽ നീ എവിടെ ഈ ഒളിച്ചോടുന്നതെന്ന് ചോദിക്കുന്നത്. അനുമോൾ പറയുന്നത് എനിക്ക് ഒളിച്ചോടി ശീലമില്ലെന്ന്. എങ്കിൽ പിന്നെ ഇറങ്ങി വാ, എനിക്കാണോ ഒളിച്ചോടി ശീലം? നീ എന്ത് ഗെയിം ആയാലും ടാസ്ക് ആയാലും എന്ത് കാര്യമാണെങ്കിലും നീ ഒളിച്ചോടുമല്ലോ. ഒളിച്ചോടി ബാത്റൂമിൽ പോയിരിക്കുന്നത് എന്തിനാ? നിനക്ക് ടിഷ്യൂ പേപ്പർ വേണം, അവിടെ ഇരുന്ന് എണ്ണ വേണോ ടിഷ്യൂ പേപ്പർ എന്ന് ചോദിച്ചിട്ട് കളിയാക്കിച്ചിരിക്കുന്നു. അനുമോൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോഴത്തേക്ക് ആദില എടുത്തോട്ട് നൂറയും ഷാനവാസും കൂടെ വരുന്നു. അപ്പം നൂറെടുത്ത് പറയുന്നു അവളെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുക. അവൾ പറയുന്നത് അവിടെ പുറകെ നടന്ന അവൾക്കറിയാമെന്ന്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്കിനി ബാക്കി അവളോട് സംസാരിക്കാനെന്ന്. ബാക്കി സംസാരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കായിരുന്നു. അപ്പം നൂറ പറയുന്നത് നീ സംസാരിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. നൂറ ഏത് ബാത്റൂമിലാണ് അനുമോളെന്ന് അറിയാതെ അനുമോളുടെ ബാത്റൂം പോയി തുറക്കാൻ നോക്കുന്നത്. അപ്പം നൂറ ചോദിക്കുന്നത് കുറ്റി ഇടാതാണ് പോയിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം അനുമോളൊന്നും മിണ്ടുന്നില്ല. നൂറ വന്നിട്ട് പറഞ്ഞു അത് കുറ്റിയിടാതിരിക്കണം, അവൾ ഇറങ്ങി വന്നിട്ട് എനിക്ക് ചോദിക്കാൻ. അന്നേരം നൂറ പറഞ്ഞു ചോദിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അടുത്ത ലൈവ് അപ്ഡേറ്റിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.